കൈകൊണ്ട് ചൂട്ടിലങ്ങ് വിട്ടാലേ. മൊയ്തോ, അപ്പൊ നീയാ പണിക്കാരൻ, ഞാനാ പണിക്കാരൻ. എടാ കൂലി എന്നിട്ടില്ല എങ്ങനെ ഇരിക്കല്ലേ, പണിയെടുക്ക്. ഇതൊക്കെ ഒന്ന് വൈകുന്നേരം നമ്മൾക്ക് തീർക്കണ്ടേ? നിങ്ങൾ കണ്ണു ചോരില്ലാത്ത വർത്താനം പറയില്ലേ സൂതേട്ടാ. ഞാനും JCB എന്നല്ലല്ലോ, മനുഷ്യനല്ലേ. 8 തെങ്ങിനെ തടയെടുത്തില്ല ഞാൻ ഈ കുത്തിരിക്കണേ. ഒരിത്തിരി വെള്ളം പറഞ്ഞ് നിങ്ങളെ മോൻ മന്മഥനോട് ഇതുവരെ വെള്ളം കിട്ടിയില്ല, അറിയോ നിങ്ങൾക്ക്? മന്മഥനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും വെള്ളം കൊണ്ട് കൊടുത്താൽ മാത്രമേ നീ പണിയെടുക്കുള്ളൂ. അല്ല വെള്ളം കുടിക്കണ്ടേ? നിങ്ങളിപ്പോ ഈ 2 വായന്റെ ഇല കൊണ്ട് വെട്ടിക്കൊണ്ടിരുന്ന പണിയാ പണി, ഞാൻ എടുത്ത പണി. വെറുതെ ഒന്നല്ല ഇപ്പൊ നാടൻ പണിക്കാരും വിളിക്കാത്തേ. വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ വെറുതെ ഇരുന്ന് കാശ് മേടിക്കും. അല്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതി. 2 തടിമാടന്മാരായ മക്കളുണ്ട് എനിക്ക്. ഒഴിവുള്ള സമയത്ത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കൊത്തിക്കളച്ചാ മതി. എന്നാ പന്നെ വിളിക്കണോ? അത് പഴയ കാലം സൂതേട്ടാ. ഇപ്പത്തെ കുട്ടികളൊന്നും ഇതിന് കിട്ടൂല. അല്ല അത് ശരിയാ. മന്മഥന്റെ ഒക്കെ പരിപാടി എന്താ അറിയാ? തടി ഇളകാണ്ട് പണിയെടുത്ത് വരിക, എന്നിട്ട് രാവിലെ നേരെ പോയിട്ട് കാശ് കൊടുത്തിട്ട് ജിമ്മിന് ചേരുക, എന്നിട്ട് അവിടെ കിടന്നിങ്ങനെ വേർക്കുക. ആ കാശ് കൊടുക്കണം ഇവിടെ കൊത്തി കളിച്ചാൽ മതി, ശരീരം നന്നാവും. കേൾക്കണ്ടേ കഴുതാ? ജിമ്മിനും കാർ എടുത്തിട്ടല്ല പോവുക. അതിനും കാറിലാ പോവുക. അതാണ് ഇപ്പത്തെ തലമുറ. ഏതാണ് ചെറിയ പ്യാര് കല്യാണം കഴിഞ്ഞ വഴിക്ക് തന്നെ ഭാര്യ വീട്ടിലായില്ലേ താമസം. അതെന്തോന്നെ ആർത്തന്നെ നിക്കണേ? അവന്റെ ഭാര്യ മാത്രല്ലേ പെണ്ണാണായിട്ട് ആ കുടുംബത്തുള്ളൂ. അപ്പൊ അവിടെ ഒരാൾ കണ്ടുവച്ചിട്ട് അവിടെ കൂടി. അല്ല കൂടിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ലേ. ഒഴിവുള്ള ഞായറാഴ്ച ഒക്കെ വന്നിട്ട് ഇതൊന്ന് കൊത്തിക്കളച്ചാ മതി. ഓനല്ലേ കിട്ടും കിട്ടും. അതെ, വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല, പണിയെടുക്കാൻ നോക്ക്. വെറുതെ അല്ല ടെപ്പരയിലെ കാര്യം പണിക്ക് വരാത്ത. കൊത്താണ് ചേട്ടാ. ഇന്ന് ഇവിടെ പണിയില്ലേ? ഇന്ന് പണിയാണ്. എന്തേ? ഒന്നുമില്ല, ഞാൻ മന്മഥനെന്ന് കാണാൻ വേണ്ടിട്ടേ. അവിടെ ഉണ്ടാ? അവിടെ ഉണ്ട്. മന്മഥ എവിടെ പോണ? സത്യം വാ. വെള്ളം വെള്ളം അതൊക്കെ വെള്ളം. എവിടെയാണ്? ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ എത്ര പ്രാവശ്യം അതിലെന്തിലൊക്കെ നോക്കി കാണണ്ടേ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? സത്യം അതെ, അത് എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടെ സമയം വേണം. ഏടോ എന്താണ് ഇത് ഇത്ര ആലോചിക്കാനുള്ളത്? കല്യാണം ആലോചിക്കുന്നതൊന്നല്ലല്ലോ, ഒരു പോളിസി എടുക്കുന്ന കാര്യല്ലേ. അല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ആലോചിച്ചിട്ട് അത് ചെയ്യാവൂ. കാരണം അത് കുറെ നാളത്തേക്ക് പോകേണ്ട ഒരു സംഭവമാണല്ലോ. ഇത് ആലോചിക്കാനൊന്നും ഇല്ലത്. അത് ഈ എൻ്റെ വൈഫിന്റെ അമ്മ പറഞ്ഞേ എടുക്കാം, അമ്മയ്ക്ക് കൊടുക്കാം. അല്ല അതല്ല, അമ്മ പറഞ്ഞു ഈ 2 കൊല്ലത്തിനകത്തൊക്കെ അടഞ്ഞു തീർന്ന പോളിസി ആണെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അതിന് 2 കൊല്ലത്തിനടുക്ക് മെച്ചൂർ ആവുന്ന ഏതെങ്കിലും പോളിസി ഉണ്ടോ ചേട്ടാ? ഒരു ഒന്നുമില്ല. ഇല്ലേ? നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ 15 കൊല്ലം 20 കൊല്ലം പോളിസി ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ 20 കൊല്ലം അതിന്റെ കമ്മീഷൻ കിട്ടും. എന്നിട്ട് കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നക്കാപ്പിച്ച്. എന്റെ സുഖതേട്ടാ, ഇത് ജീവിതത്തിന്റെ ഒരു കരുതലാണ്. ഇപ്പൊ പോളിസി എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും അപകടം പറ്റുകയോ അയാൾ മരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കുടുംബത്തിന് കിട്ടില്ലേ? ജീവിതകാലം മുഴുവൻ കാശ് അടച്ചിട്ട് നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് ഈ കാശ് കിട്ടിയിട്ട് ഈ അടച്ച ആൾക്ക് എന്ത് ഗുണമുണ്ട് ഇതായി പറഞ്ഞു. അല്ല ഗുണം വെറുക്കണ്ടല്ലേ, കമ്മീഷൻ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ കമ്മീഷന്റെ അത് വിട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നുണ്ട്. ഇപ്പൊ പാലിന്റെ ബില്ല്, അതുപോലെ കറണ്ടിന്റെ ബില്ല്, പിന്നെ പാത്രത്തിന്റെ പൈസ, ഇതിനൊക്കെ പൈസ ചെലവാക്കുന്നില്ലേ? അതുപോലുള്ള അതൊക്കെ പാടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു എമൗണ്ട് മാത്രമേ ഇതിന് വേണ്ടൂ. അല്ലാണ്ട് ഒരു വലിയ സംഖ്യ ഒന്നും വേണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ആവശ്യമല്ലേ സത്യം? ഇതൊരു അനാവശ്യമല്ലേ? വേറെ സത്യം പറഞ്ഞാൽ ഇത് അനാവശ്യമാണെന്ന് പറയരുത്. അനാവശ്യമല്ല. പിന്നെ നമ്മുടെ കയ്യിരിക്കണ കാശ് കൊണ്ടത് ഏതെങ്കിലും കമ്പനിയിൽ 10-20 കൊല്ലത്തേക്കൊക്കെ അടച്ചിടുക എന്ന് പറയാൻ മണ്ടത്തരാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ പറിച്ച് തിന്നാം. ഇത് കാരണന്മാര് പറഞ്ഞ വെറുതെ അല്ല, ഇതൊക്കെ കണക്കാക്കി. അത് സത്യേട്ടൻ പറഞ്ഞ നേരാ. എന്താ അറിയോ ഓർമ്മതാ, പിന്നെ 2 പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല. ഒളിച്ചോടി പോയാ? ഒളിച്ചോടി പോയതല്ല, എന്റെ വാപ്പക്ക് മരമില്ലായിരുന്നല്ലോ പണി. വാപ്പ 2-3 പോളിച്ചെടുത്ത് വെച്ചിനി, അത് നമ്മളാരും അറിഞ്ഞില്ല. അപ്പൊ ഈ മയ്യത്തായി. ഈ പെങ്ങന്മാരെ കല്യാണം വന്ന സമയത്ത് ഈ പോളിച്ചണ്ട് മെച്ചോറായി. അതുകൊണ്ട് കല്യാണം നടന്ന വിവരം നമ്മൾ അറിഞ്ഞതേ ഇല്ല. അതാണ് കാരണന്മാര് കൊണ്ട വെയില് ഞമ്മക്ക് തണലാകുന്ന പറയുന്നത്. ഇതാ ഇപ്പൊ ഞാനും എടുക്കാൻ തുടങ്ങി പോളിസി. പറഞ്ഞത് എടുത്തു വെച്ചോ, നല്ലതാണ്. സത്യ ഒരു കാര്യം ചെയ്യും സത്യ, ഈ 2 കൊല്ലത്തിനകത്തൊക്കെ അടച്ചാ തീർന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ അതുപോലെ വരുമോ? വരുമെങ്കിൽ അപ്പോഴും പറഞ്ഞാൽ ഇല്ല, അതൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യും, ഇത് വിട്, ഇത് പോട്ടെ. അത് പോട്ടെ നല്ലത്. ഇനി എന്താ കഴിഞ്ഞല്ലോ, ഇനി വേറെ. അതെ, നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചോ. അത് നല്ലതാണ്, അത് ഗുണം ചെയ്യും. എന്തിനിപ്പോ അത്? എന്തിനാണ് അത് എന്ന് ചോദിച്ചാൽ, അതെ സുധേട്ടാ, 10,000 ഉറുപ്പ്യ അടച്ചാൽ മതി, 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അല്ല, ഒരു കൊല്ലത്തിന് നമ്മൾ 10,000 അടച്ചാ
5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ട്രീറ്റ്മെന്റിന്റെ പൈസ മുഴുവൻ കിട്ടും നമുക്ക്. ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അസുഖം വന്നാലേ നമുക്ക് അത് കിട്ടുള്ളൂ. ആ അസുഖം ഒന്നും വന്നില്ലെങ്കിൽ ഈ അടച്ച 10,000 പോയില്ലേ? നമ്മളെ ഒന്നും അങ്ങനെ കൊടുക്കാൻ നോക്കണ്ട. അപ്പൊ അസുഖം വരണം എന്നാ പറയുന്നത്. അല്ല, അത് അടച്ചിട്ട് കാര്യം നമുക്ക് വരില്ല. അതാണ് മണ്ണ് പണി. സത്യേട്ടൻ പറഞ്ഞു നേരം എനിക്ക് ഒരു കാര്യം ചെയ്യും. നിന്നപ്പോ എന്തിനാ വിളിച്ചേ? എന്റെ നീ പണി പോയിട്ട് പണിയെടുക്കാൻ നോക്കൂ. ആയിക്കോട്ടെ. നീ നാവട്ടിളക്കണേനെ കാഴ്ചയല്ല പണി. സത്യം ഒരു കാര്യം ചെയ്യാം. അതെ, നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ഇതിൽ ഒരു 2 കൊല്ലം അത് കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലത്തിലൊക്കെ തീർന്ന എന്തെങ്കിലും പരിപാടി വരുമ്പം നമുക്ക് എടുക്കാം. ഇല്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നീ ഇനി കയറി ഇറങ്ങണ്ടേ, വെറുതെ സമയം വേണ്ട. അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് ജാതി മനുഷ്യരാണ്, പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യും? അറിയോ ഫാദർ, അച്ഛന് സുഖമാണോ ഒന്ന്? സുഖം തന്നെ. അമ്മയൊക്കെ എങ്ങനെയുണ്ട്? അമ്മക്കും സുഖമാണ്. പാവം. എന്റെ യാത്രയുടെ വഴികളിൽ ഞാൻ വരുന്ന 2 or 3 മണി, അപ്പൊ അച്ഛൻ ഉറങ്ങിക്കാണും, അമ്മ ഉറങ്ങിക്കാണും. അതെ. പിന്നെ രാവിലെ പോവും, അപ്പൊ അച്ഛനും അമ്മ ഉറങ്ങിക്കാണും. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. മൈ ഫീൽ. ഓ അയ്യോ, അച്ഛൻ നരയൊക്കെ വന്നോ? ഇതൊക്കെ കാണുന്നില്ല അല്ലേ? അപ്പോ ഞാൻ വീട്ടില് ചില പരിപാടികളിലാക്കിയിട്ടുണ്ട്. എന്താ? നമ്മളെ വീടിന്റെ രീതിയെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഏതോ രാത്രികളിൽ ഒരു തെളിച്ചം പോലെ ഞാനിങ്ങനെ നിലാവിന്റെ വെളിച്ചത്തിൽ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല അല്ലേ? അപ്പൊ അത് മേലെ ഒരു 2 റൂം എടുത്തിട്ടുണ്ട് മേലെ. അപ്പൊ തായലെല്ലാം സിമെന്റ് പൊളിച്ചിട്ട് ടൈൽസ് ഇട്ടിട്ടുണ്ട്. ടൈൽസ് നല്ലതാ. ടൈൽസ് നല്ലതാ. അതുപോലെ താഴത്തെ ബാത്റൂമെല്ലാം ആ സിമെന്റിലായിരുന്നല്ല, അതെല്ലാം പൊളിച്ച് ടൈൽസ് തന്നെ പാകിയിട്ടുണ്ട്. പിന്നെ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, യൂറോപ്യൻ ക്ലോത്ത്സ് തന്നെ എല്ലാറ്റിലും വെച്ചു. നന്നായി. നീ ചെയ്യേണ്ട എന്താ വെച്ചാ അതിലേക്ക് ഇടാനുള്ളതെങ്കിലും ഉണ്ടാക്കണം. യു ഇൻസൾട്ടിംഗ് ഫെലോ. നിർഭാഗ്യവശാൽ എന്റെ അച്ഛനായി പോയി. ഞാനിപ്പോ ഒന്നും പറയാനില്ല. വണ്ടി കയറ്, വീട്ടിൽ കൊണ്ടാക്കും. നല്ല വെയിലുണ്ട്. ഈ വണ്ടീന്റെ ബുക്കും പേപ്പറും എന്തെങ്കിലും ഉണ്ടോ എനിക്ക്? പഠിക്കുമ്പോഴും ഞാൻ ബുക്കും പേപ്പറും ഉപയോഗിക്കില്ല. എന്റെ അച്ഛ വണ്ടിക്ക് എഞ്ചിൻ, 2 ടയർ, പെട്രോൾ, ഇത് മാത്രമേ വേണ്ടൂ. വണ്ടി കയറി അച്ഛാ. എണ്ണ അടിക്കാൻ 500 രൂപ ഉണ്ടാവോ? പറഞ്ഞു. പോയാക്കാ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് വരും. നേരം വെളുക്കുമ്പോൾ പേരന്റ് സർട്ടിഫിക്കറ്റ് ഇറങ്ങുക ആൾക്കാരെ ഇടങ്ങറാക്കാൻ വേണ്ടി. ഹലോ കോയാക്കാ. എന്താണ്? എവിടെണ്ട്? ഞാൻ ഇവിടെ പിന്നെ എയർപോർട്ടിലാണ്. എയർപോർട്ടിന്റെ പിന്നാമ്പുറത്ത്. എപ്പോഴാ വരാ? ഞാൻ വന്നേ വീട്ടിൽ വരാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ ഇന്ന് ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ ഇല്ല. അതെയാ? അതെ. എന്നാ ശരി, എന്നാ ഞാൻ പിന്നെ വരാട്ടാ. ശരി. എന്താ ഇവിടെ ഉണ്ടോന്ന്? ഇവിടെ ഉണ്ടെങ്കി ഇപ്പൊ എന്താ എനിക്ക് എന്നിട്ടേ എന്റെ കായ് വസൂലാക്കാൻ വേണ്ടിയുള്ള ഓരോ കാരണം പറഞ്ഞിട്ട് വരികയാണ്. ഇൻഷുറൻസും എന്താ ഇപ്പൊ ഇതൊന്നും എടുത്തോണ്ടിട്ടില്ലേ? വിറ്റത് ഉണങ്ങിയില്ലേ? എങ്ങനെ ഇപ്പൊ പോയിണ്ടാവുമായിരിക്കും. ഓരോരോ നായ്ക്കൾ നല്ല കാര്യമുള്ള കാര്യമാണ് ആയിട്ടല്ല. ഇനി ഒരു ഇവിടെ അല്ല എപ്പോഴേ എയർപോർട്ടിൽ നിന്ന് വന്ന് അത് ഇജ്ജ് പോയില്ലേ? ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞേ. ഇന്നലെ ഞാൻ മറ്റേ കുട്ടീനെ എടുക്കാൻ പോയിട്ടേ അത് ശരി. അങ്ങനെ അവരോടെ തങ്ങിയിട്ട് അങ്ങനെ
എന്തൊക്കെ നിങ്ങൾ പറയണം? ഞാൻ പറഞ്ഞ കാര്യത്തിലേക്കൊന്നും വരാത്ത എന്താണ്? എന്താ എന്റെ കാര്യം? അല്ല, ആ ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ ഇപ്പൊ സംസാരിച്ചില്ലേ? എന്റെ പൊന്നാറ് സത്യം, എന്തിനാ ഈ കുയിലേക്ക് എടുക്കണ നേരത്തെ ഈ ജാതി സാധനങ്ങൾ? എന്തിനാ ഇപ്പൊ ഇൻഷുറൻസ്? എന്റെ പൊന്നു പോയാക്ക, ഒന്നാമത് ഈ ആൾക്കാർക്ക് പോളിസിന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അതല്ലേ പേടി ഉണ്ടാവൂലേ? അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലാന്ന്. ആ. എന്തെങ്കിലും ഇപ്പൊ ഒരു വിഷയം ഉണ്ടായി വരുമ്പോഴാണ് ഇതൊക്കെ ആവശ്യമായിട്ട് വരിക. ഇപ്പൊ പലതരത്തിലുള്ള പോളിസി ഉണ്ട്. ഇപ്പൊ 5000 രൂപയുണ്ട്, 10000 ഉണ്ട്, 18000 ഉണ്ട്. അത് എത്ര വേണമെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ ഒന്നും വേണ്ട, 1000 ഉൾപ്പെടെ താഴെയുള്ള ചില ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ഉറുപ്പിയുടെ ഒക്കെ മുകളിൽ വരും. അപ്പൊ ഒരു 10ഓ 15ഓ ലക്ഷമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിന്ന് കവറേജ് കിട്ടും. അങ്ങനത്തെ പോളിസികളുണ്ട്. ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ ആശുപത്രിയിൽ കിടന്നാലല്ലേ കിട്ടുള്ളൂ. അതെ അല്ലേ? അതെ. ഇനിയിപ്പോ ആക്സിഡന്റ് ആയി എന്ന് വിചാരിക്കുക, ആക്സിഡന്റ് ആവുക അല്ല, ആക്സിഡന്റ് ആവട്ടെ, അതുപോലെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും. വെറുതെ ഇരിക്കണ ആൾക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോവാ, ആക്സിഡന്റ് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കായ് എടുത്തു തരണേ. അപ്പൊ തന്നെ മനസ്സിന് ഇടങ്ങറാണ്. അങ്ങനെയല്ല, ഒരാൾക്കല്ല, വീട്ടിലെല്ലാവരും നമുക്ക് ചേർക്കേ. എല്ലാവർക്കും വയ്യാണ്ടായിക്കോട്ടെ അല്ലേ? എല്ലാവർക്കും വയ്യാണ്ടായിക്കോട്ടെ. എന്താ പനക്ക് തരണ്ടേ? പിന്നെ ഇക്കല്ല, ഇത് നിങ്ങളുടെ പേരിൽ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10000 രൂപയുടെ പോളിസി നമുക്ക് അതിന് ചേരാം. അപ്പൊ 5 ലക്ഷത്തിന്റെ മുകളിൽ കവറേജ് കിട്ടും. നമുക്ക് വീട്ടിലെല്ലാവരും ചേർക്കും ചെയ്യാം. ഇനി അതൊന്നും പറയണ്ട, അത് ശരിയല്ലേ? നമുക്ക് വന്നില്ലേ? ആ പ്രസാദേ, ഇല്ലില്ല, ഞാനിന്ന് എത്തൂലടാ. ഞാൻ നമ്മുടെ കടവ് റെസ്റ്റോറന്റ് വരെ ഒന്ന് വന്നാണ്. ഇല്ല, ഒന്നുമില്ല. നമ്മളാ 90 ബാച്ചിന്റെ ഒരു വട്ടം കൂടി പരിപാടി ഉണ്ടായില്ലേ, 18-ാം തീയതി. അവിടെ വെച്ചിട്ട് ഞാനും മണ്ടും കൂടി ഒന്ന് സംസാരിച്ചേ. അവൾക്ക് നമ്പർ കൊടുത്തു ഞാൻ. അപ്പൊ എന്നെ വിളിച്ചിട്ടേ ഇന്നൊന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഇല്ലില്ല, ഇല്ല, ഞങ്ങളുടെ ഉള്ളിൽ രണ്ടുപേരെ ഉണ്ടല്ലോടാ. അത് എപ്പോഴായാലും ദൈവം ഒന്നിക്കുപോയി. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. ഇല്ലില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഇനി ഇത് വാട്സാപ്പിലൊക്കെ ഇട്ട് പോയില്ലേ, പബ്ലിസിറ്റി കൊടുക്കണ്ടാട്ടാ. ഒന്ന് എങ്ങനെയെങ്കിലും ഇണക്കിക്കോട്ടെ. ഹാ ഞാൻ വിളിക്കാം. ശരി എന്നാ. എന്തൊരു കഷ്ടമാണ്, എവിടെ പോയാലും ഇവൻ അറിയുമല്ലോ. എന്താ ഇപ്പൊ പറയണ പെട്ടെന്ന് കാണുമ്പോ തന്നെ? എത്ര നാളായല്ലേ വേണ്ടു നമ്മൾ കണ്ടിട്ട്. അത് വേണ്ട, അത് അടുത്ത പരിപാടിക്ക് കണ്ടതല്ലേ. മണ്ടു, കാലം എത്ര പെട്ടെന്നാ കടന്നു പോണേല്ലേ. നമ്മൾ പിരിഞ്ഞ പിന്നെ ഈ പുഴയെ കൂടി എന്തെല്ലാം വെള്ളങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടാവും. അത് അലമ്പാണ്. അത് വേണ്ട. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നിന്നെ കാണാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ പോയ പിന്നെ ഇനി ജീവിതത്തിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ദൈവം നമ്മളെ പിന്നെ ഒരുമിപ്പിച്ചു അല്ലേ മണ്ടു? അത് കൊള്ളാം. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമല്ല. കിട്ടാത്ത മുന്തിരി ആദ്യം പുളിക്കും, പിന്നെ ഒരുപാട് മധുരിക്കും. എന്താ തൻ്റെ അഭിപ്രായം? ഇല്ല, അങ്ങനെ വായനയൊന്നുമില്ല. ഞാനിങ്ങനെ സ്വന്തം സെറ്റ് ചെയ്തെടുക്കണതാണ്. അങ്ങനെ അങ്ങോട്ട് പിടിക്കാം. ഈ ശബത്തിന് എന്തിന്റെ കേടാണ്? ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. എന്താണ്? ഞാനൊരു സ്ഥലത്തിരിക്കാണ്. വീഡിയോ കോൾ നിന്റെ അച്ഛനായിട്ട് വിളിക്കും. ഞാനിപ്പോ പോന്നല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. വരുമ്പോ ഇച്ചിരി വൈകും. പഞ്ചസാരയും ചായപ്പൊടിയാ കൊണ്ടരാന്ന് പറഞ്ഞില്ലേ? ഞാൻ അപ്പാപ്പ വിളിക്കണ്ട, ഞാനൊരു വർക്കിന് വന്നേക്കാണ് കേട്ടാ. 8 മണിക്ക് മുമ്പ് എത്തും.
വല്ല വണ്ടി ഇടിച്ച് ചത്തില്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് എത്തും. നീ ഫോട്ടോ വെച്ചാ അവിടെ. എല്ലാ ഭാര്യമാർക്കും ഉള്ളതാണോ? എന്തെങ്കിലും ഒന്ന് ഇണക്കി കൊണ്ടുവരുമ്പോ അപ്പ ഫോൺ വിളിക്കും, മനുഷ്യന്റെ മൂഡ് കളയാൻ. ഈ പണ്ടാരത്തിനെയൊക്കെ വെറുത്തിട്ടാണ് ഈ വാക്ക് ഷർട്ടും തേച്ചിട്ട് വരുന്നത്. അവിടെ ഇരുത്തൂല. എന്താ വൈകിയ? കുറച്ച് ആ കൊറേ നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പൊ വന്നുള്ളൂ. അതെയാ? വൈകിക്ക്. എന്താണ് കഴിക്കാൻ? ഇഷ്ടമുള്ള എന്താ വെച്ചാ പറഞ്ഞു. ഐസ്ക്രീം പറയട്ടെ? ആ കാണാനുമില്ല. വരട്ടല്ലേ? ആ. രണ്ടുപേരും മഞ്ഞയാണല്ല. പണ്ടേ മഞ്ഞല്ലേ ഇഷ്ടം. ഞാൻ ഒരുപാട് ആലോചിച്ച് 2-3 ഷർട്ട് തേച്ചു വെച്ച്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കറിയാം മണ്ടു അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന്. എന്താല്ലേ മണ്ടു എന്നെ വിളിക്കാനും നേരിട്ട് കാണണമെന്ന് പറയാനും പേഴ്സണലായിട്ട് സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞതേ എന്റെ നെഞ്ചിടിക്കാണ് അത് കേട്ടപ്പോ തൊട്ടേ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാനോടത്ത് അറ്റാക്ക് വന്ന് ചത്തുപോകുന്നൊരു സന്തോഷത്തിന്റെ. എല്ലാം കാരണമായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് അല്ലേ? മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ദൈവം ഒന്ന് ചേർക്കും എന്നുള്ളത് സത്യമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മണ്ടുവിന്റെ ഒരു നോട്ടം കിട്ടാൻ. എത്ര വട്ടം സ്കൂളിന്റെ വാതിക്ക് നിന്നിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ നമ്മളെയൊന്നും ഒന്നും മൈൻഡ് ചെയ്യൂലല്ല. ദൈവം കാണുന്നുണ്ടാവും നമ്മുടെ ഇഷ്ടമല്ലേ?